ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയാലോ? വെജിറ്റേറിയൻ കഴിച്ച് മടുത്തില്ലേ? അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റിക്ക് നമുക്ക് ഉണ്ടാക്കാം. ഈസി ആയിട്ട് എളുപ്പത്തിനുണ്ടാക്കാവുന്നൊരു കുക്കർ മട്ടൺ ബിരിയാണി. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 7 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മട്ടൺ മസാല, ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പൂ, പട്ട ഒരു കഷ്ണം, ഏലക്ക 2 എണ്ണം, പിന്നെ സ്റ്റാർ പോലത്തേത്, പിന്നെ വെളുത്തുള്ളി 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ വേണം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വേണം. അത് ആവശ്യാനുസരണം, ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടുതലെടുക്കാം. ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ ഇവിടെ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം നമുക്ക് സവാളയൊക്കെ നീളത്തിലരിഞ്ഞ് ചെറുതായിട്ട് നീളത്തിലൊക്കെ അരിഞ്ഞ് വെക്കണം. ഇനി ഒരു കുക്കർ വെച്ചിട്ട്, വലിയ കുക്കറാണ് ഞാൻ വെക്കുന്നത്. കുക്കറിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച സവാള കുറച്ചെടുത്തിടണം. ഒരു 2 പിടി സവാള ഇട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇടണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ മട്ടൺ മസാല ഞാനിവിടെ 1.25 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. 1.25 ടേബിൾ സ്പൂൺ ആദ്യം ഇടുന്നുള്ളൂ ഞാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനിടയ്ക്ക് ഒരു ചെറിയ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് ഇച്ചിരി മിസ്സായിപ്പോയി. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വെച്ച മട്ടണും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. മട്ടൺ ഇച്ചിരി വേവുള്ളത് കാരണം ഇച്ചിരി ഒരു 5-6 വിസിലെടുക്കേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ച്. ഞാനിവിടെ മട്ടൻ്റെ നെയ്യ് പോലത്തെ ഇതൊന്നും മാറ്റിയിട്ടില്ലേ. അതിട്ടാലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ, നല്ല കൊഴുപ്പും കാണത്തുള്ളൂ. ഇനിയിപ്പം ഇത് മട്ടണും മസാലകളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം സൈസ് ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുത്ത് അത് ഫുള്ള് ഇതിനകത്ത് ഒഴിക്കണം. മട്ടൺ മുങ്ങിക്കിടക്കുക അതിൻ്റെ മുകളിൽ എത്തുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിടുന്നുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചരുവത്തിന് വെള്ളം കൂടെ അതിനകത്ത് ചേർത്ത് അടച്ച് വെച്ച് 6 വിസിലെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. ആദ്യം ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വിസിലടിക്കാൻ തുടങ്ങുന്നു എന്നാകുമ്പം അത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ 6 വിസിലെടുക്കണം. മട്ടൺ ആയതുകൊണ്ട് ഇച്ചിരി വേവ് കൂടുതലുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങാം. ഈ മട്ടണോ ചിക്കനോ ഒക്കെ ഇങ്ങനെ കുക്കറിലിട്ട് ഈ ഒരു രീതിയിൽ വേവിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ പിള്ളേർക്ക് കൊടുത്ത് വിടാൻ പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. എളുപ്പത്തിലുണ്ടാക്കാം. ഇങ്ങനെ വേവിച്ച് നമ്മൾ ചാറോട് കൂടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇനി നമുക്കൊരു ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് ബാക്കി 2-3 പിടി സവാള വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ വറുക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് വറുക്കാനായിട്ട് അവിടെ ഇടാം. കുറച്ച് നേരം എടുക്കും. ആ സമയത്ത് നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സവാള ഈ പരുവത്തിന് വറുത്ത് കോരി മാറ്റണം. ഞാനിത് 1 പിടിയാണ് വറുത്തത്. ഇനി 2 പിടി ഇതുപോലെ ഞാൻ വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അത് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അപ്പോഴത്തേക്കും കുക്കറിലുള്ള നമ്മുടെ മട്ടൺ 6 വിസിലായി. ഞാൻ അവിടെ ഓഫ് ചെയ്തായിരുന്നു. ഇനി അത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് വെന്തിരിക്കും. ഈ ഒരു പരുവത്തിന് വെള്ളത്തിനടിയിലൊക്കെ ആയി എല്ലാം നന്നായിട്ട് മിക്സായി കളറൊക്കെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളറിൽ കിട്ടണം. ഇതുപോലെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചിക്കനും ഉണ്ടാക്കാം, ചിക്കൻ്റെ ഉണ്ടാക്കാം. പക്ഷേ ചിക്കൻ്റെ ഇതുണ്ടാക്കുമ്പോൾ ചിക്കൻ മസാല ഇടണം. ഇത് മട്ടൺ ആയതുകൊണ്ടാണ് മട്ടൺ മസാല ഇടുന്നത്. വേറെ മസാലകളൊന്നും കൂടുതൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് കുക്കർ തന്നെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച മസാലകളില്ലേ, കറുവപ്പട്ട ഗ്രാമ്പൂ ഒക്കെ, അതും കൂടെ ഇട്ട്
ബാക്കി കുറച്ച് സവാള ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച മട്ടൺ ആ വെള്ളത്തിൽ നിന്നെടുത്ത് മട്ടണും ആ ചാറുമായിട്ടുണ്ടല്ലോ, ചാറ് മാറ്റിയിട്ട് മട്ടൺ മാത്രം എടുത്ത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതും കൂടെ എല്ലാം മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ചിലവർക്ക് മസാല ഇച്ചിരിയും കൂടെ വേണമെന്ന് തോന്നും. ഞങ്ങൾക്ക് ഇവിടെ മസാല കുത്ത് ഒരുപാട് വേണ്ട, അതുകൊണ്ട് കുറച്ചേ ഇട്ടുള്ളൂ. ഞാൻ 1.5 ടേബിൾ സ്പൂണേ ചേർത്തുള്ളൂ. ചിലവർക്ക് ഇച്ചിരിയും കൂടെ വേണ്ടി വരും, അവർ ഈ സമയത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ 1.5 കപ്പ് ബാസ്മതി അരിയാണ് എടുത്തത്. അതുകൊണ്ട് നമ്മൾ ഈ മട്ടൺ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം 3 കപ്പ് ഉണ്ടെങ്കിൽ 3 കപ്പാണ് ചേർക്കേണ്ടത്. അരിയുടെ ഇരട്ടി കപ്പ് വെള്ളം ചേർക്കണം. അപ്പം നമ്മൾ ഈ മട്ടൺ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ആദ്യം ചേർക്കണം. അപ്പോൾ എനിക്ക് 2 കപ്പ് വെള്ളം കിട്ടി, അങ്ങനെ അത് ഞാൻ ആദ്യം ചേർത്തു. ബാക്കി 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മട്ടൺ വേവിച്ച വെള്ളം ആയതുകൊണ്ട് അതിനകത്ത് നല്ല അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന കാരണം നല്ല ടേസ്റ്റാണ് അതിനകത്തെല്ലാം അരി വേവാൻ പോകുന്നത്. അപ്പോൾ അരി അതിനകത്ത് വെന്ത് കഴിയുമ്പോൾ അരിക്ക് ആ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. വെള്ളം കൂടെ ചേർത്തുകൊണ്ട് ഉപ്പ് ചിലപ്പം ഇച്ചിരി ആവശ്യമായിട്ട് വരും. ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടൊന്ന് തിളയ്ക്കണം. ആ സമയത്ത് നമുക്ക് ചീനിച്ചട്ടിക്കകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് അതിനകത്തൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യം ഇടണം. എന്നിട്ട് അതൊന്ന് പകുതി ഒന്ന് കളറ് ചേഞ്ച് ആകുമ്പോഴത്തേക്കും കിസ്മിസും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്കും കുക്കറിനകത്തുള്ള ആ വെള്ളം തിളയ്ക്കും. ഈ ഒരു പരുവത്തിന് അണ്ടിപ്പരിപ്പും കിസ്മിസും മാറ്റി വയ്ക്കണം. ആ കിസ്മിസൊക്കെ നല്ല മുന്തിരിങ്ങ പോലെ അങ്ങ് ഇതായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, വെള്ളം നന്നായിട്ട് തിളച്ച് ഈ സമയത്ത് നമുക്ക് അരി ചേർക്കണം. നമ്മളെടുത്ത് വെച്ച 1.5 കപ്പ് ബാസ്മതി റൈസ് ഇല്ലേ, ഈ സമയത്താണ് ചേർക്കേണ്ടത്. വേറെ ഒന്നും കൂടുതലായിട്ട് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. സിമ്പിളാണ്. നമ്മൾ ചിക്കനോ മട്ടണോ ഒക്കെ ഇങ്ങനെ മസാല ഇട്ട് വേവിച്ച് ആ വെള്ളത്തോടു കൂടി തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ എളുപ്പമാണ്. ഇത് അടച്ച് വെച്ച് ഇനിയിപ്പം അത് ആവി വരാൻ തുടങ്ങി കഴിയുമ്പം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി വന്നിട്ട് നമ്മൾ ഇതിടുന്നില്ല, കുക്കറിൽ വെയിറ്റ് ഇടാതെ ഒരു 10 മിനിറ്റ്, വെറും 10 മിനിറ്റ് മതി. ആവി വന്നു കഴിഞ്ഞ് 10 മിനിറ്റ്, അത് കഴിയുമ്പോഴത്തേക്കും ബിരിയാണി റെഡി ആയിട്ടിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. ഇപ്പം തുറന്ന് നോക്കി, 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പം ബിരിയാണി റെഡി. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ സവാള വറുത്ത് വെച്ചതും കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ ആവിയിൽ അതിൻ്റെ മണമൊക്കെ അതിനകത്ത് അങ്ങോട്ട് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ്റെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റായിരിക്കും. ചിക്കന് പിന്നെ വേവ് ഇത്ര ഇല്ലാത്തതുകൊണ്ട് 2 വിസിലൊക്കെ ആകുമ്പോഴേ ചിക്കൻ വെന്ത് കിട്ടും. ഇതുപോലെ ഇരിക്കും മട്ടൺ ബിരിയാണി. എളുപ്പത്തിൽ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. കമൻസ് ഇടാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു.